നമ്മളിപ്പം വന്നിരിക്കുന്നത് 100-350യുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് 100-350 ഗ്രേ ആണ്. ഡാപ്പർ ഗ്രേ എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പം മോസ്റ്റ്ലി ആൾക്കാരെല്ലാം എടുക്കുന്നതും അത്യാവശ്യം സെയിലുള്ളതും ഡാമ്പർ ഗ്രേ ആണ്. ഇപ്പം ഹെൽമെറ്റ് ഇതിൻ്റെ കൂടെ വരുന്ന ഹെൽമെറ്റാണിത്. വണ്ടി അത്യാവശ്യം പുതിയ എടുത്തിട്ടാണെങ്കിലും വണ്ടിക്ക് നല്ല വലിയ കുഴപ്പമില്ല ഓടിച്ചിട്ടൊക്കെ ആണെങ്കിലും. ഇതിൽ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഹൈവേ പോലുള്ളിടത്തൊക്കെ ഒരു 50 ഗിയറിൻ്റെ അല്ലെ 4th ഗിയറിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുള്ളൂ. വണ്ടിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഗാർഡാണ് വേണ്ടത്. സംഗാർഡില്ലെങ്കിൽ എന്നാലും കട്ടറൊക്കെ ചാടുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് വണ്ടിക്ക്, എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഹെഡ്ലൈറ്റ് ഒന്നും ഹാലജൻ ആണെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളും നല്ല വ്യൂ ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ വേറെ ലെവലാണ്. അങ്ങനെ ഇപ്പം നോക്കിയാൽ അറിയത്തില്ല, ഒരു രാത്രി സമയത്ത് നോക്കണം എന്താ ഫീൽ എന്നറിയാമോ. ഇത് ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 186.7 കിലോമീറ്റർ ഓടി. വണ്ടി ഹൈവേയും എല്ലാം ഷോക്ക് അപ്സറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ABSനെ പറ്റിയാണെങ്കിൽ ABS ഒക്കെ നല്ല ഇതാണ്. വണ്ടിയുടെ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റുകളൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് 500 കിലോമീറ്റർ ഒരു 450 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ എൻജിൻ സർവീസിങ് വാണിംഗ് വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ 1000 കിലോമീറ്ററാണ്. വണ്ടി ഓൾമോസ്റ്റ് പക്കയാണ്, നല്ല ലുക്ക്, വലിയ ഹൈറ്റും കാര്യങ്ങളും ഇല്ല, ആർക്കും വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാവുന്ന ടൈപ്പാണ്. പക്ഷേ നമ്മൾ ഈ വണ്ടിയൊക്കെ പെടത്തിയൊക്കെ എടുക്കാനാണ് നല്ല അടിപൊളി ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഫസ്റ്റ് സെക്കൻഡ് ഗിയറൊക്കെ ഇട്ടിട്ട് വണ്ടി കൈ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ നമ്മൾ ഓടിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. സൈലൻസറൊക്കെ എനിക്കൊന്ന് ചെറുതായതുകൊണ്ടായിരിക്കും. ക്ലാസിക്കിൻ്റെ ഒക്കെ പുതിയ ക്ലാസിക്കിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല സൗണ്ട്, ക്രിസ്റ്റൽ സൗണ്ടാണ്. ഓൾമോസ്റ്റ് വണ്ടി പക്ക, ധൈര്യമായിട്ട് എടുക്കാം. ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇത് മിഡ് വേരിയൻ്റാണ്. മിഡ് വേരിയൻറ്റിന് 2,08,600 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ടോപ്പ് എൻഡിലോട്ട് പോകുകയാണെങ്കിൽ ടോപ്പ് എൻഡിലേക്കാൾ നല്ലത് സെക്കൻഡ് വേരിയൻറ്റ് എടുക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ടോപ്പ് വേരിയൻറ്റിൽ ഡ്യുവൽ ടോൺ കളർ വരുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. ബേസ് മോഡലിൽ ഈ പറയത്തൊക്കെ ഫീച്ചറുകളോ കാര്യങ്ങളൊന്നും സെൻട്രൽ സ്റ്റാൻഡ് കാര്യങ്ങൾ എൻജിൻ കിൽ സെറ്റൊക്കെ സെപ്പറേറ്റ് ആണ്. ഇത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് വണ്ടി അടിപൊളി. എടുക്കുവാണെങ്കിൽ ഞാൻ റോയൽ എൻഫീൽഡിൽ സജസ്റ്റ് ചെയ്യുന്നത് 100-350 ആണ്. വേറെ ലെവൽ വണ്ടി.